വാഹനങ്ങളിൽ എപ്പോഴും പുതുമകളും അതുപോലെ തന്നെ ഡിസൈൻ എപ്പോഴും ലൈവായിട്ട് കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു ബ്രാൻഡാണ് ഹ്യുണ്ടായി. ഹ്യുണ്ടായുടെ ഏറ്റവും ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു മോഡലാണ് ക്രെറ്റ എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് 2024 പുറത്തിറങ്ങിയിരിക്കുന്ന ഏറ്റവും പുതിയ ക്രെറ്റയാണ്. സോ മീറ്റ് 2024 ഹ്യുണ്ടായി ക്രെറ്റ ഓൺ ടർബോ ഡ്രൈവ് ഓട്ടോ ഷോ ഓൺ മീഡിയ വൺ. സത്യത്തിൽ ഡിസൈൻ കുറച്ചുകൂടി അപ്പീലിംഗ് ആയിട്ട് മാറിയത് ഈ ഒരു 2024 എഡിഷൻ വന്നപ്പോഴാണ്. എന്നാൽ ഡിസൈൻ മാത്രമാണോ? അല്ല, ഫീച്ചേഴ്സ്, എയ്ഡാസ്, റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ്, സസ്പെൻഷൻ തുടങ്ങിയ എൻ്റയർ ഡിപ്പാർട്ട്മെൻറ്റിലും വളരെയധികം ചേഞ്ചസ് കൊണ്ടുവന്നിട്ടാണ് പുതിയ ക്രെറ്റയെ ഹ്യുണ്ടായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഹ്യുണ്ടായുടെ ഇൻ്റർനാഷണൽ മോഡൽസിലെല്ലാം കണ്ടിരിക്കുന്ന ആ ഒരു ഡിസൈൻ എലമെൻറ്റ് തന്നെയാണ് ഇന്ത്യയിലേക്കുള്ള പുതിയ ക്രെറ്റയിലും അവതരിപ്പിച്ചിരിക്കുന്നത്. മുൻപിൽ വലിയൊരു ഗ്രില്ല് കാണാൻ കഴിയും. വലിയൊരു DRL അടങ്ങുന്ന ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഈ DRL അടങ്ങുന്ന പാറ്റേണിലാണ് ഇൻഡിക്കേറ്റർ, DRL ഉൾപ്പെടെയുള്ള ആ ഒരു ഭാഗം ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു എൻ്റയർ ഗ്രില്ല് കവർ ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു DRL നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്രില്ലാണെങ്കിലും ആ ഒരു ബ്ലാക്ക് കളറിലുള്ള പാറ്റേൺ വളരെ തിക്കായിട്ട് കൊടുക്കാനായിട്ട് ഹ്യുണ്ടായി ശ്രമിച്ചിട്ടുണ്ട്. കൂടാതെ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയുടെ ഭാഗമായിട്ടുള്ള ഒരു ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ നമുക്ക് ഹെഡ്ലാമ്പ് യൂണിറ്റും അതുപോലെ തന്നെ എയ്ഡാസിൻ്റെ ഈ ഒരു ഭാഗവും കൊടുത്തിട്ടുണ്ട്. നിരവധി ഫീച്ചേഴ്സോട് കൂടിയാണ് 2024 പുതിയ ക്രെറ്റ ഇറങ്ങിയിരിക്കുന്നത്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുവാണെങ്കിൽ പുതിയ ഒരു അലോയ് വീൽ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ടയർ സൈസ് ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. 17 ഇഞ്ച് വലുപ്പമുള്ള ടയറാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഒരു എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അലോയ് വീൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. കൂടാതെ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ നമുക്ക് വരുന്നുണ്ട്. എന്നാൽ പഴയ ക്രെറ്റയിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സിൽവർ എലമെൻ്റ് ഒരു പാറ്റേൺ, സി പില്ലറിലേക്ക് ജോയിൻ ചെയ്യുന്ന ആ ഒരു പാറ്റേൺ ഈ ഒരു 2024 മോഡലിൽ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. സോ സൈഡിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാൽ ഫീച്ചേഴ്സ് കുറച്ചുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്. മുൻഭാഗത്ത് മാത്രമല്ല പിൻഭാഗത്തും എൻ്റയർ ആയിട്ടുള്ള ഒരു ഡിസൈൻ ചേഞ്ചാണ് ഹ്യുണ്ടായി ക്രെറ്റയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വലിയൊരു LED ടെയിൽ ലാമ്പ് യൂണിറ്റ് നമുക്ക് ഈ ഒരു ബൂട്ട് ഡോർ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഹ്യുണ്ടായുടെ ലോഗോ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബ്ലാക്ക് എലമെൻറ്റിലാണ് ലോഗോ ഇലിമിനേറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഭാഗങ്ങളും LED പാറ്റേൺ കൊടുത്തിരിക്കുന്നത് നല്ല ഒരു ഭംഗി പിൻഭാഗത്ത് കൊടുക്കുന്നുണ്ട്. താഴേക്ക് വരുവാണെങ്കിൽ നമുക്ക് ക്രെറ്റയുടെ ബാഡ്ജിങ്, വേരിയൻറ്റ് ബാഡ്ജിങ് ഒക്കെ കാണാൻ കഴിയും. 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയുടെ ഒരു യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെയാണ് റിവേഴ്സ് പാർക്കിംഗ് ലാമ്പ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരുന്നതെങ്കിൽ ബൈക്കിൽ ഒറ്റ യൂണിറ്റായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു സിൽവർ എലമെൻറ്റും ഈ ഒരു ഡിസൈൻ പാറ്റേണും കുറച്ചുകൂടി ഭംഗി പിൻഭാഗത്തേക്ക് കൊടുക്കുന്നുണ്ട്. ബൂട്ട് സ്പേസിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. 433 ലിറ്റർ തന്നെയാണ് ക്രെറ്റയുടെ ബൂട്ട് സ്പേസ്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പവേഡ് ബൂട്ട് ഡോറോ അല്ലെങ്കിൽ ക്ലോസിങ്ങോ ഒന്നും നമുക്ക് ഈ ഒരു ക്രെറ്റയിൽ ലഭ്യമല്ല. എക്സ്റ്റീരിയറിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെയുള്ള മാറ്റങ്ങളാണ് ഇൻറ്റീരിയറിലും കൊടുത്തിരിക്കുന്നത്. എൻ്റയർലി ന്യൂ ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് കൊടുത്തിരിക്കുന്നത്. പുതിയ ഡാഷ്ബോർഡ് വന്നിട്ടുണ്ട്, പുതിയ ഡിസൈൻ പാറ്റേൺ, പുതിയ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, എല്ലാം എൻ്റയർലി പുതിയ ഒരു അപ്ഡേഷൻ തന്നെയാണ് ക്രെറ്റയിൽ ഹ്യുണ്ടായി കൊണ്ടുവന്നിരിക്കുന്നത്. സെൽറ്റോസിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിലായിട്ടുള്ള 10 ഇഞ്ച് വലുപ്പമുള്ള 2 വലിയ സ്ക്രീനാണ്. അതും ഒറ്റ പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും 2 സ്ക്രീനായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. 10 ഇഞ്ച് വലുപ്പമുള്ള ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഫുള്ളി ഡിജിറ്റലാണ്. എല്ലാം ഒന്നും അനലോഗ് രീതിയിൽ കൊടുത്തിട്ടില്ല, എല്ലാം ഫുൾ ഡിജിറ്റലാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ, എയ്ഡാസ്, മൾട്ടിപർപ്പസ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെയധികം മികച്ച രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ 3D എഫക്റ്റിലുള്ള ഒരു 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. നിലവിലെ സെഗ്മെൻറ്റിലെ ഏറ്റവും മികച്ച ക്യാമറകളിലൊന്നാണ് ഈ ഒരു ക്രെറ്റയിൽ കൊടുത്തിരിക്കുന്നത്. കൂടാതെ താഴേക്ക് വരുമ്പോൾ പുതിയൊരു AC പാനലാണ് വരുന്നത്. ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളിംഗ് AC ആണ് വരുന്നത്. 2 പാസഞ്ചേഴ്സിനും ആവശ്യമുള്ള രീതിയിൽ അതിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ ഫിസിക്കൽ ബട്ടൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്ന സമയത്ത് എന്തെങ്കിലും കൺട്രോൾസ് ആവശ്യമുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് അത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. താഴേക്ക് വരുമ്പോൾ ചാർജിങ് പോർട്സ് കൊടുത്തിട്ടുണ്ട്. വയർലെസ് ചാർജിങ് പാഡ് കാണാം. സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്. ഇതൊരു മാനുവൽ ട്രാൻസ്മിഷനാണ്. കൂടാതെ ഓട്ടോമാറ്റിക് CVT അതുപോലെ തന്നെ DCT ഇതിലെല്ലാം ട്രാൻസ്മിഷനിലെല്ലാം വാഹനം ലഭ്യമാണ്. സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കാണ് വരുന്നത്. കൂടാതെ ആംബ്രസ്റ്റ് വിത്ത് സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. പവേഡ് ഡ്രൈവർ സീറ്റാണ് വരുന്നത്. കോ ഡ്രൈവർ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. കൂടാതെ കൂൾഡ് ആയിട്ടുള്ള ഒരു ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. 3 കളർ പാറ്റേണിലുള്ള ഒരു ഡാഷ്ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗം ഒരു ബ്ലാക്ക് എലമെൻറ്റ്, ഇവിടെ ഒരു നമുക്ക് ബേജ് എലമെൻറ്റ് കാണാൻ കഴിയും. കൂടാതെ ഇവിടെ നമുക്കൊരു ടെക്സ്ചർ ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റിൻ്റെ ഒരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. AC വെൻസിൽ ഒരു സിൽവർ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലൈനിങ് ഈ ഒരു ഡാഷ്ബോർഡിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇവിടെ നമുക്കൊരു ടെക്സ്ചർ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മൊബൈലൊക്കെ ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ കുറച്ച് ഗ്രിപ്പ് കിട്ടാനായിട്ടുള്ള ഒരു റബ്ബർ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് മൊബൈലൊക്കെ ഇവിടെ വെക്കുകയാണെങ്കിൽ തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എലമെൻറ്റാണ്. കൂടാതെ ഒരു ആംബിയൻ ലൈറ്റിംഗ് കാണാൻ കഴിയും. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കോപ്പർ എലമെൻറ്റിൻ്റെ ഒരു കളർ പാറ്റേണും കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലിലേക്ക് നോക്കുകയാണെങ്കിൽ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. മൾട്ടി സ്പോക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് ഹ്യുണ്ടായുടെ എപ്പോഴുമുള്ള ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ്. അത് ഈ ക്രെറ്റയിലും ഈ ഒരു സ്റ്റിയറിംഗ് എലമെൻറ്റിലും നമുക്ക് കാണാൻ കഴിയും. കൂടാതെ ബോസിൻ്റെ സ്പീക്കർ സിസ്റ്റമാണ് വരുന്നത്. അത്യാവശ്യം നല്ല മിഡും ബാസും തരുന്ന നല്ലൊരു മ്യൂസിക് എക്സ്പീരിയൻസും ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്നുണ്ട്. കൂടാതെ SOS ഫംഗ്ഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സോ ഇൻറ്റീരിയർ വെൽ പാക്ഡ് ആണ്.
അത്യാവശ്യം വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഇന്ത്യയിലാണ് പുതിയ ക്രെറ്റയിൽ ഹുണ്ടായി അവതരിപ്പിച്ചിരിക്കുന്നത്. സെക്കൻഡ് റോയിലും അത്യാവശ്യം ഫീച്ചേഴ്സ് കൊണ്ടുവരാനായിട്ട് ഹുണ്ടായി മറന്നിട്ടില്ല. പഴയ ക്രെറ്റയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തൈ സപ്പോർട്ട് കുറച്ച് ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്യാനുള്ള ഒരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് AC വെൻസ് ലഭിക്കുന്നുണ്ട്. ചാർജിങ് പോർട്സ് 2 ലഭിക്കുന്നുണ്ട്. അത് ടൈപ്പ് C ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മൊബൈൽ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു പോർട്ടും കൊടുത്തിട്ടുണ്ട്. 2 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുള്ള ഒരു ഡിസൈനാണ് സീറ്റിൽ കൊടുത്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഈ ഒരു മെഴ്സിഡസ് ബെൻസിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിലായിട്ടുള്ളൊരു ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല കുഷനി എഫക്റ്റ് ഉള്ള ഒരു ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്, ആംറെസ്റ്റ് വരുന്നുണ്ട്. ഈ ബൈക്കിലെ സീറ്റ് കുറച്ചുകൂടി നമുക്ക് റിക്ലൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. സൺ ബ്ലൈൻഡ് വരുന്നുണ്ട് ഈ 2 ഡോറിലും. സോ പ്രൈവസി കുറച്ചുകൂടി മാറ്റർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു സൺ ബ്ലൈൻഡ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്ന സൺ ബ്ലൈൻഡ് ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സൺ ബ്ലൈൻഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹുണ്ടായി ക്രെറ്റയുടെ ഒരു USP എന്ന് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഹോട്ട് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയാവുന്നത് ഈ ഒരു സെഗ്മെൻറ്റിലേക്കുള്ളത് ഡിഫറെൻറ്റ് എഞ്ചിൻ ഓപ്ഷൻസും അതുപോലെ തന്നെ ലെവൽ 2 ADASുമാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ലെവൽ 2 ADAS എന്ന് പറഞ്ഞാൽ അത്രയധികം ഫീച്ചേഴ്സ് ലോഡായിട്ട് മറ്റൊരു വാഹനം ഉണ്ടോ എന്ന് സംശയമാണ്. അത്രയധികം ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലെയിൻ ഡിപ്പാർച്ചർ വാർണിംഗ്, ലെയിൻ കീപ്പ് വാർണിംഗ്, അതുപോലെ തന്നെ കൊളീഷൻ മിറ്റിഗേഷൻ വാർണിംഗ്, ബ്ലൈൻഡ് സ്പോട്ട് സിസ്റ്റം, ലെഫ്റ്റിലേക്ക് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുകയാണെങ്കിൽ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ലെഫ്റ്റിലേക്കുള്ള ക്യാമറ ഓപ്പൺ ആയിട്ടുള്ള ബ്ലൈൻഡ് സ്പോട്ട്സ് വാർണിംഗ് എല്ലാം വരും. ഇപ്പോൾ തന്നെ ഞാൻ ഈ വാഹനം ഓടിക്കുമ്പോൾ ലെയിൻ മാറുന്നതനുസരിച്ച് ലെയിൻ കീപ്പ് അസിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അത്രയധികം ഡീപ്പായിട്ടുള്ള ഒരു ADAS ആണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, മുമ്പിൽ പോകുന്ന വാഹനത്തിൻ്റെ സ്പീഡ് അനുസരിച്ച് വാഹനത്തിൻ്റെ ക്രൂയിസ് കൺട്രോൾ ഓട്ടോമാറ്റിക്കലി സെറ്റാകും. കൂടാതെ എമർജൻസി സ്റ്റോപ്പ് ബ്രേക്കിംഗ് സിസ്റ്റം ഫീച്ചേഴ്സിലെല്ലാം വാഹനം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലെവൽ 2 ADAS വളരെയധികം ഒരു ഹോട്ട് സെല്ലിംഗ് പോയിൻ്റായിട്ട് മാറുമെന്നതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇന്ത്യൻ റോഡ് കണ്ടീഷൻസിൽ അത് എത്രമാത്രം പ്രാക്ടിക്കൽ ആകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ബിക്കോസ് പല റോഡുകൾ പോലും ലൈൻസ് ഇല്ല. ലൈൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ലൈൻ കീപ്പ് ഡിപ്പാർച്ചർ വാർണിങ്ങോ ആ ഒരു രീതിയിലോട്ടുള്ള സിസ്റ്റം ഒക്കെ വർക്ക് ചെയ്യുള്ളൂ. അത് എത്രമാത്രം പ്രാക്ടിക്കൽ ആകുമെന്നതിൽ നമുക്ക് റിസൾട്ട് നോക്കേണ്ടിയിരിക്കുന്നു. കൂടാതെ ഒരു 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ഹുണ്ടായി ഈ ഒരു പുതിയ ക്രെറ്റയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിലെ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിൻ ഈ ഒരു ടർബോ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 160 HP പവറും 250 Nm ടോർക്കുമാണ് ഈ ഒരു വാഹനം ഈ ഒരു ടർബോ 1.5 ലിറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും മികച്ച പവർഫുൾ ആയിട്ടുള്ളൊരു വാഹനമായിട്ട് മാറാനായിട്ട് ഹുണ്ടായി ക്രെറ്റ 1.5 ലിറ്റർ ടർബോയ്ക്ക് സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഹുണ്ടായുടെ അല്ലെങ്കിൽ കിയ, ഹുണ്ടായി നമുക്കറിയാം രണ്ടും ഒരു പേരന്റ് കമ്പനികളാണ്. ഈ ഒരു 2 വാഹനങ്ങൾക്കുമുള്ള മറ്റൊരു USP എന്ന് പറയുന്നത് എഞ്ചിൻ ഓപ്ഷൻ, ഡിഫറൻ്റ് ആയിട്ടുള്ള എഞ്ചിൻ ഓപ്ഷൻസ് ആണ്. ഇത് 2 ഫ്യൂവൽ ഓപ്ഷൻ ലഭ്യമാണ്, 1.5 ലിറ്റർ പെട്രോളും 1.5 ലിറ്റർ ഡീസലും. കൂടാതെ ട്രാൻസ്മിഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് CVT വരുന്നുണ്ട്, IMT വരുന്നുണ്ട്, മാനുവൽ വരുന്നുണ്ട്, DCT വരുന്നുണ്ട്. സോ ഡിഫറൻറ്റ് ട്രാൻസ്മിഷനുകളിൽ 2 എഞ്ചിൻ ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു ക്രെറ്റ അവൈലബിൾ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഹോണ്ട എലിവേറ്റിൻ്റെ ഡ്രൈവ് ചെയ്തിരുന്നു. ഹോണ്ട എലിവേറ്റ് ഒറ്റ എഞ്ചിൻ ഓപ്ഷനിൽ മാത്രമേ ലഭ്യമാകുന്നുള്ളൂ. ഒരു ട്രാൻസ്മിഷൻ ചേഞ്ച് ഒന്നും ഓഫർ ചെയ്യുന്നില്ല. സോ അങ്ങനെയുള്ള ചില പൊട്ടൻഷ്യൽ ബയേഴ്സിന് ചിലപ്പോൾ കുറച്ചുകൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് വേണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഒന്നും മറ്റ് ബ്രാൻഡ്സിനില്ല. അത് ഈ പറയുന്ന ഹുണ്ടായി അല്ലെങ്കിൽ കിയ പോലുള്ള വാഹനങ്ങൾ ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹുണ്ടായുടെ ടോപ്പ് സെല്ലിംഗ് പ്രൊഡക്റ്റായിട്ട് ക്രെറ്റ മാറിയിരിക്കുന്നത്. ഏകദേശം 40% സെയിൽസ് ക്രെറ്റയിൽ നിന്ന് മാത്രമാണ് ഹുണ്ടായി സോഴ്സ് ചെയ്യുന്നത്. റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ്, സസ്പെൻഷൻ, ആ ഒരു എലമെൻറ്റ്സ് എല്ലാം ഹുണ്ടായി എപ്പോഴും ഒരു സ്റ്റെപ്പ് എല്ലാ അപ്ഡേറ്റ്സിലും ഒരു പുതിയ അതിനകത്തൊരു ഫൈൻ ട്യൂണിങ് വരുത്താറുണ്ട്. അത് ഈ ഒരു പുതിയ 2024 ക്രെറ്റയിൽ നമുക്ക് അറിയാനുണ്ട്. ഗിയർ ഷിഫ്റ്റൊക്കെ അത്യാവശ്യം സ്മൂത്താണ്, റിഫൈൻഡ് ആയിട്ടൊരു എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. ക്യാബിനും എൻ്റയർലി സൈലൻ്റ് ആണ്. പുറത്ത് കിടക്കുന്ന സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഒരു ലിമിറ്റിൽ കൂടി നമുക്ക് ക്യാബിനിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻജോയ് ചെയ്തുകൊണ്ട് വാഹനം ഓടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സസ്പെൻഷൻ, റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് തുടങ്ങിയവയെല്ലാം അത്യാവശ്യം നല്ല മികച്ച ഭേദപ്പെട്ട രീതിയിലാണ് പുതിയ ക്രെറ്റയിൽ, അപ്ഡേറ്റഡ് ക്രെറ്റയിൽ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. സിറ്റിയിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബ്ലൈൻഡ് സ്പോട്ട് വാർണിംഗ് അത്യാവശ്യം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ചില സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാത്ത രീതിയിൽ വാഹനങ്ങളൊക്കെ കയറി വരുമ്പോൾ ആ മിററിലൊരു റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. സോ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് അലേർട്ട് ആകാനായിട്ട് സാധിക്കും. അത് അത്യാവശ്യം നല്ല മികച്ച ഒരു സേഫ്റ്റി ഫീച്ചറാണ്. ഹുണ്ടായി ഓഫർ ചെയ്യുന്നത് 35 പരം സേഫ്റ്റി ഫീച്ചേഴ്സ് പുതിയ ക്രെറ്റയിൽ ഓഫർ ചെയ്യുന്നുണ്ടെന്നാണ്. അത് മറ്റ് എയ്ഡാസും അതുപോലെ തന്നെ മറ്റ് വോയിസ് കമാൻഡ് അസിസ്റ്റ് ആയിട്ടുള്ള എല്ലാ സേഫ്റ്റി എലമെൻറ്റ്സോടു കൂടി മിക്സ് ചെയ്തുകൊണ്ടാണ് 35 പരം സേഫ്റ്റി എലമെൻറ്റ്സ് ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്നത്.
1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ 115 HP പവറും 143 എണ്ണം ടോർക്കുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 1.5 ലിറ്റർ ഡീസൽ 116 HP പവറും 250 എണ്ണം ടോർക്കുമാണ്. ടു ബി ഹോണസ്റ്റ്, ഈ ഒരു ഡിസൈനാണ് പഴയ ക്രെറ്റയെക്കാളും എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഒരു ഹാൻഡ്സം ആയിട്ടുള്ള ഒരു ലുക്ക്, ഒരു SUVക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ ഡിസൈൻ എലമെൻസും ഈ ഒരു പുതിയ 2024 ക്രെറ്റയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെയിൽസിൽ ഒരു മാസ്മരിക വിജയം കാണിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. സോ വിച്ച് മീൻസ് ഈ ഒരു വാഹനം 40% സെയിൽസുള്ള ഒരു വാഹനം മേ ബി ചിലപ്പോൾ 60% മാറാനായിട്ടുള്ള എല്ലാ എലമെൻസും ഈ ഒരു വാഹനത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ വെൽ പാക്ഡ് ആയിട്ടുള്ള ഒരു വാഹനമായിട്ടാണ് ക്രെറ്റ മാറിയിരിക്കുന്നത്. ഹ്യുണ്ടായി ക്രെറ്റയുടെ വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷൻ നോക്കുകയാണെങ്കിൽ നിലവിലെ ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഫോർ മണി ഓഫർ ചെയ്യുന്ന ഒരു വാഹനമായി മാറിയിരിക്കുകയാണ് പുതിയ ക്രെറ്റ 2024 മോഡൽ. ഇതിലൊരു ഹൈബ്രിഡ് ടെക്നോളജി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും മികച്ച ഒരു വാഹനമായിട്ട് മാറാനായിട്ട് ഹ്യുണ്ടായി ക്രെറ്റയ്ക്ക് സാധിക്കുമായിരുന്നു. മേ ബി നിലവിലുള്ള ഫ്യൂച്ചർ അപ്ഡേറ്റ്സിൽ ഹൈബ്രിഡ് ടെക്നോളജി കൂടെ കൊണ്ടുവരുമായിരിക്കും. ബട്ട് നിലവിലുള്ള ക്രെറ്റയിൽ സംബന്ധിച്ച് ക്രെറ്റയോട് കമ്പയർ ചെയ്യുമ്പോൾ 20% മൈലേജ് ഫ്യൂവൽ എഫിഷ്യൻസി ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്നുണ്ടെന്നാണ് ഹ്യുണ്ടായി ക്ലെയിം ചെയ്യുന്നത്. വാഹനത്തിൻ്റെ വില ആരംഭിക്കുന്നത് 10.5 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെയാണ്. 7 വേരിയൻസ് ഉണ്ട്. സോ ഡിപ്പെൻസ് അപ്പോൺ ദ പ്രൈസ് നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിൻ്റെ വേരിയൻസ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാലും നിലവിലെ ബെസ്റ്റ് ലുക്കിംഗ് ഹാൻഡ്സം ആയിട്ടുള്ളൊരു വാഹനം, ബെസ്റ്റ് ഇൻറ്റീരിയർ, ബെസ്റ്റ് എക്സ്റ്റീരിയർ, റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് എല്ലാം മികച്ച രീതിയിലായിട്ട് ഓഫർ ചെയ്യുന്ന ഒരു വാഹനമാണ്. സോ നിങ്ങളൊരു മിഡ് സൈസ് SUV നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഹ്യുണ്ടായിയുടെ ക്രെറ്റ എന്ന് പറയുന്നത്. സോ മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.